നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ആ എൻട്രിയുടെ ലൈവ് വീഡിയോ ആണിത്. അപ്പം ഇത് എൻട്രി എടുത്ത സമയം കുറച്ചുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിത് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ്. നമ്മൾ എൻട്രി എടുത്തത് നുവാമ ഹെൽത്തിലാണ്. നുവാമ ഹെൽത്ത് നമ്മൾ എൻട്രി എടുക്കുന്നത് നമ്മൾ എന്നും എടുക്കുന്ന പോലെ തന്നെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. അത് ബ്രേക്ക് ചെയ്ത ശേഷം പ്രൈസ് അവിടെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ മുകളിലോട്ട് പോകാൻ സാധിക്കാതെ അവിടെ നിന്നു. അതായത് നിൽക്കുന്ന എന്തിനാണ്, പുതിയ ബയ്യേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഞാനിതാ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഞാനിത് മുകളിലോട്ട് പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പുതിയ ബയ്യേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണം. ഇൻവൈറ്റ് ചെയ്താലേ അവർക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് മീൻസ് നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിന്. അങ്ങനെ നിന്ന സമയത്ത് അങ്ങനെ നിന്നിട്ട് തിരിച്ച് താഴോട്ട് ഒരു സെല്ലിങ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എൻട്രി എടുത്തു. നമ്മൾ എൻട്രി എടുത്ത ലെവലൊക്കെ ഉണ്ട്. നമ്മുടെ എൻട്രി എക്സിറ്റ് ടാർഗറ്റൊക്കെ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റും. എൻട്രി ലൈവ് എടുത്തിട്ടേക്കാണ്. അപ്പം എൻട്രി എടുത്ത് ഇച്ചിരി ഒന്ന് മേപ്പോട്ട് പോയി, തിരിച്ച് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ലെവലിലോട്ട് വീണ്ടും പോയി. അപ്പം ആൾക്കാരൊക്കെ ഉറപ്പായിട്ട് എന്ത് വിചാരിക്കും, ഇതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുക്കുന്നു, വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാരെല്ലാം ചിന്തിക്കുക. നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുമ്പോഴേ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് നേരമായിട്ട് തുടക്കത്തിലുണ്ടായിരുന്ന ബയ്യേഴ്സിന് ആ ഒരു സ്ട്രെങ്ത് ഇല്ല. കാരണം ബയ്യേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. പയ്യെ ബ്രേക്ക് ഔട്ട് നടന്ന സമയത്തൊന്നും വലിയ ബയ്യേഴ്സ് വന്നിട്ടില്ല. പല ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കണ്ട് കാണാൻ പറ്റും. അവിടുത്തെ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്. ആ ഗ്രീൻ ക്യാൻഡിലൊക്കെ സെല്ലേഴ്സാണ് കൂടുതൽ. അതൊരു ട്രാപ്പ് ക്യാൻഡിലാണ് അതൊക്കെ. അതായത് ഗ്രീൻ ക്യാൻഡിലായിരിക്കും, വലിയ ക്യാൻഡിലായിരിക്കും, റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യും. പക്ഷേ എന്താണ് സംഭവം, ഡെൽറ്റ നെഗറ്റീവ് ആയിരിക്കും. അതായത് സെല്ലേഴ്സാണ് കൂടുതൽ, ക്വാണ്ടിറ്റി കൂടുതൽ അവിടെ സെല്ല് ചെയ്തേക്കുമായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതുകൊണ്ട് ആ ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ കണ്ടാൽ അറിയാം, വലിയ ഡെൽറ്റ ഒന്നുമില്ല. അതായത് തൊട്ട് മുമ്പുള്ള അത്രയൊന്നും ഡെൽറ്റ അവിടെ ഇല്ല. പുതിയ ബയ്യേഴ്സ് ഒന്നും വല്ലതായിട്ട് വരുന്നില്ല. ഉള്ള ബയ്യേഴ്സ് വീക്ക് ആവുന്നുണ്ട്. പയ്യെ അവർ എക്സിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. താഴേന്ന് ബൈ ചെയ്ത ആൾക്കാരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ്ട് ഇപ്പോൾ പുതിയ സെല്ലേഴ്സും വന്നു തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻട്രി തന്നെയാണ് നമ്മുടേത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എൻട്രി എടുത്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, കുറച്ച് സമയമായി. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവം. സെല്ലേഴ്സ് വന്നിട്ട് അതേപോലെ ക്യാൻഡിൽ തിരിച്ച് കയറുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്, ഇതൊരു റീടെസ്റ്റ് ആണ്. വീണ്ടും നമുക്ക്, അതായത് ആദ്യം എൻട്രി കിട്ടാത്ത, ബ്രേക്കൗട്ടിൽ എൻട്രി കിട്ടാത്ത ആൾക്കാർ രണ്ടാമത് റീടെസ്റ്റ് എടുത്ത് മുകളിലോട്ട് രണ്ടാമതൊരു ഗ്രീൻ ക്യാൻഡിലൊക്കെ ഒരു ഹാമറൊക്കെ ഫോം ചെയ്ത് 2 ഗ്രീൻ ക്യാൻഡിലൊക്കെ മുകളിലോട്ട് പോയപ്പോൾ എൻട്രി എടുക്കും. അന്നേരം പേടിച്ചിരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അന്നേരം അല്ലെങ്കിൽ ചിലർ ലിമിറ്റോടെ ഇടും. അവരുടെയൊക്കെ എൻട്രി താപ്പോട്ട് വരുമ്പോഴത്തേക്ക് ബൈ ആവും. അതിനുശേഷം എന്താണ്ട് ഇപ്പോൾ ഒരു ഹാമറൊക്കെ ഫോം ആയാണ്ടില്ലേ, ഈ ഹാമറിലൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും കയറി അവിടെ ബൈ ചെയ്യും. അവിടെയാണ് ട്രാപ്പ് മെയിൻലി നടക്കുന്നത്. കണ്ടോ, ആ ഹാമർ ഫോം ആയതിനു ശേഷം താപ്പോട്ട് വരുന്നുണ്ടോ അവിടെ കണ്ടോ. ആ ഹാമർ ക്യാൻഡിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, അവിടെയൊക്കെ സെല്ലേഴ്സാണ് കൂടുതൽ, ഡെൽറ്റ കൂടുതലാണ്, നെഗറ്റീവ് ഡെൽറ്റ കൂടുതലാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഓർഡർ ഫ്ലോ വെച്ച് ട്രേഡ് ചെയ്യുമ്പോഴുള്ള, ഓർഡർ ഫ്ലോ വെച്ച് എൻട്രി എടുക്കുമ്പോഴായാലും പിന്നെ ഏറ്റവും വലിയ നമുക്കൊരു പ്രയോജനം എന്താ പറയുക, ഓർഡർ ഫ്ലോ വെച്ച് എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റിനോ അല്ലെങ്കിൽ എസ് എൽ നമ്മൾ ടാർഗറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരാളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ എടുത്ത് അതേപോലെ ഒരു എൻട്രി എടുക്കുന്നു, അവിടെ ഞാൻ എൻട്രി എടുത്ത് അവർ ഷോർട്ട് ചെയ്യുന്നു. ഷോർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് താണ്ട വന്ന ഹാമർ കണ്ടില്ല, ഒന്ന് നമ്മുടെ എൻട്രിക്ക് താപ്പോട്ട് വന്നിട്ട് പിന്നെ വലിയൊരു ക്യാൻഡിൽ താഴോട്ട് വന്നു. തുടക്ക സമയത്തെ ക്യാൻഡിൽ എങ്ങനെയാണ്, നല്ലൊരു റെഡ് ക്യാൻഡിലല്ലേ, അപ്പോൾ അത്രയും സ്ട്രെങ്തിലൊരു ക്യാൻഡിൽ താപ്പോട്ട് വന്നിട്ട് തിരിച്ച് അതേപോലെ ആ ക്യാൻഡിൽ കയറി മേളിലൊരു അത്രയും വലിയൊരു ഹാമർ, താഴെ അത്രയും വലിയൊരു വിക്കൊക്കെ ഇട്ട് വലിയൊരു ഹാമറായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻട്രി എടുത്ത ട്രേഡർക്ക് ഓർഡർ ഫ്ലോ കയ്യിലില്ലെങ്കിൽ പാനിക്കാവുമോ? ഉറപ്പായിട്ടും പാനിക്കും, ടെൻഷനാവും. നമ്മൾ എൻട്രി എടുത്ത് തെറ്റായി പോയോ, ഒന്ന് മേലോട്ട് പോകാൻ പോകുന്നു, ബയ്യേഴ്സിന് തിരിച്ച് സ്ട്രെങ്ത് തിരിച്ച് കിട്ടിയോ, ഇങ്ങനെയുള്ള പല സംശയങ്ങൾ വരും. പക്ഷെ നമ്മുടെ ഓർഡർ ഫ്ലോ ഉണ്ടെങ്കിൽ എന്താണ്, ഡേറ്റ നമ്മുടെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ആ കയറിപ്പോയ ഗ്രീൻ ക്യാൻഡിലൊക്കെ സെല്ലേഴ്സാണ് കൂടുതൽ. അവിടെ ബയ്യേഴ്സ് ഇല്ല. ബയ്യേഴ്സിനേക്കാൾ കൂടുതൽ സെല്ലേഴ്സാണ്. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി അവിടെ സെല്ല് ചെയ്തേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എൻട്രി എടുത്തിട്ട് കുറച്ച് നേരമായി, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ഇതാണ്. ഇത് നുവാമ ഹെൽത്തിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കാം. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ സ്ട്രെങ്ത് ഇല്ല. അതാണ്
രാവിലെ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ആ സ്ട്രെങ്ത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഇടയ്ക്ക് വെച്ച് കയറും. അതായത് ഇങ്ങനൊരു ബൈയിങ് സ്ട്രെങ്ത് കണ്ടിട്ട് പിന്നീട് വന്ന് കയറുന്ന ആൾക്കാർക്ക് അവിടെ ട്രാപ്പാവും. അതാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. മാർക്കറ്റ് എന്തായാലും താപ്പോട്ട് വരണമല്ലോ. താപ്പായി കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടുന്നേലും രക്ഷപ്പെട്ട് പോകണ്ടേ? അതായത് ഇപ്പോൾ ഒന്നെങ്കിൽ ഇവർ SL അടിക്കണം, അല്ലെങ്കിൽ ഇവർ എക്സിറ്റ് ടൈം മാറണം. എന്തായാലും രണ്ടും എന്താണ്? സെൽ ഓർഡേഴ്സാണ്. മാർക്കറ്റ് കൂടുതൽ സെൽ ഓർഡേഴ്സ് വരും. കൂടുതൽ സെൽ ഓർഡേഴ്സ് വരുമ്പോൾ എന്താണ്? പ്രൈസ് താപ്പോട്ട് വരും. എന്താ ഇപ്പോൾ സംഭവിക്കുന്നതാണ്. അവിടെയൊക്കെ കണ്ടോ, ഇത്രയും വലിയ സ്ട്രെങ്തോടെ വന്നിട്ട് ക്യാൻഡിലൊക്കെ എത്ര 500ഒക്കെയാണ് വരുന്നത് പോസിറ്റീവ് ഡെൽറ്റ. 500 പോസിറ്റീവ് ഡെൽറ്റയും കൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ മേളിലോട്ട് പ്രൈസ് പുഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നോക്കാം. എന്തായാലും എൻട്രി എടുത്തിട്ട് കുറേ നേരമായി. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയുള്ള എൻട്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്യാൻഡിൽ ഇപ്പം ഡേറ്റ് നമ്മുടെ ഓർഡർ ഫ്ലോ ഡേറ്റ് ഒന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് ഈ സമയത്തൊക്കെ നമ്മൾ ടെൻഷനാവും, വല്ലാതെ ടെൻഷനാവും. ആ സമയത്തൊക്കെ നമ്മുടെ സൈക്കോളജി അങ്ങോട്ട് വർക്കാവില്ല. നമ്മൾ എല്ലാവരും പറയും ട്രേഡിങ് സൈക്കോളജി ശരിയാക്കണം. പക്ഷേ ഈ സൈക്കോളജി നമ്മുടെ ഇങ്ങനെ എന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ ഓർഡർ ഫ്ലോ, അതായത് നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്, അതിന് ശേഷം നമ്മൾ പേടിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സൈക്കോളജി ശരിയാക്കണം. പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ നമുക്ക് എങ്ങനെ നമ്മുടെ സൈക്കോളജി ശരിയാക്കാൻ പറ്റും? അപ്പോൾ ഓർഡർ ഫ്ലോ ഡേറ്റയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ സെല്ലേഴ്സ് വരുന്നുണ്ട്, നല്ല രീതിയിൽ സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നുണ്ട്. ഓർഡർ ഫ്ലോ നമ്മൾ നോക്കുമ്പോൾ കാണാം നല്ല രീതിയിൽ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓർഡർ ഫ്ലോ കയ്യിലുണ്ടോ നമുക്കറിയാം സെല്ലേഴ്സ് ആണോ ബയ്യേഴ്സ് ആണോ അവിടെ ഉള്ളത് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ അടിക്കും. നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, നമ്മൾ എക്സിറ്റായി. ഓർഡർ ബുക്കിൽ ഓർഡേഴ്സ് എല്ലാം എക്സിക്യൂട്ടായി. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ബൈ.